നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മീനമാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ഓരോ ഏകാദശിക്കും അതിൻ്റേതായ പ്രത്യേകതകൾ പ്രകാരം ഓരോ പേരുകളും അതിൻ്റേതായ ഫലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്രതം എടുക്കുന്നവർ ഓരോ ഏകാദശിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി വേണം വ്രതം അനുഷ്ഠിക്കുവാൻ. മീനമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി ഇത്തവണ 2026 മാർച്ച് 15 ഞായറാഴ്ചയാണ് വരുന്നത്. പേര് പോലെ തന്നെ എല്ലാ പാപങ്ങളും ഈ വ്രതാനുഷ്ഠാനം വഴി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബ ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഈ വ്രതാനുഷ്ഠാനം ഉത്തമമാണ്. ഈ ദിവസം വ്രതം നോൽക്കുവാൻ കഴിയാത്തവർ വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൂടാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നീ മന്ത്രങ്ങൾ 108 തവണ വീതം ജപിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിന് ഗുണപ്രദമാണ്. ഇനി ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം ഭൗതികമായ സുഖമല്ല, മറിച്ച് പരമമായ മോക്ഷപ്രാപ്തിയാണ്. എന്നാൽ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് സാധാരണഗതിയിൽ അളവറ്റ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാകുന്നത് മിക്കവരുടെയും അനുഭവമാണ്. എങ്കിലും ഈ മോഹത്തോടെയാകരുത് വ്രതാനുഷ്ഠാനം. മോക്ഷദായകനായ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി മോക്ഷം നേടുക തന്നെയാകണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ജന്മജന്മാന്തര പാപങ്ങൾ പോലും അകറ്റി ഒരാളെ മോക്ഷപഥത്തിൽ എത്തിക്കുവാൻ ഈ വ്രതത്തിന് കഴിയും. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിൽ നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഏകാദശിയുടെ തലേ ദിവസമായ ദശമിക്ക് ഒരിക്കലാണ് അനുഷ്ഠിക്കേണ്ടത്. ഇനി ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കുക. അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവർ എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനയും തുളസിമാല, നെയ്വിളക്ക് എന്നിവയും നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അത്യുത്തമമാണ്. ഇനി സാധിക്കുമെങ്കിൽ ഏകാദശി ദിവസം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കാമ, ക്രോധ, ലോഭ വികാരങ്ങൾ ബാധിക്കാതെ മനസ്സിനെ സൂക്ഷിക്കേണ്ടതാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കുകയും തുളസിത്തറയിൽ നെയ്ദീപം കൊളുത്തി വെക്കുന്നതും ഉത്തമമാണ്. കൂടാതെ അന്നേ ദിവസം ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതും അത്യുത്തമമാണ്. ഇനി ഏകാദശി ദിവസം മുഴുവൻ വിഷ്ണു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതും അതിവിശേഷമാണ്. ഏകാദശി വ്രതത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം. ഏകാദശി തിഥിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുക. ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ്. മാർച്ച് 15 പുലർച്ചെ 2:58 മുതൽ പകൽ 3:20 വരെയാണ് ഹരിവാസര സമയം. ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ഈ ഒരു സമയത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിദോഷ നിവാരണ മന്ത്രം 108 തവണ വീതം ജപിക്കുന്നതും നല്ലതാണ്. ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാരണ വീടേണ്ട സമയം. ഏകാദശിയുടെ പിറ്റേന്ന്, അതായത് ദ്വാദശി കഴിയുന്നതിന് 2 നാഴിക മുമ്പേ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കേണ്ടതാണ്. ദ്വാദശി തിഥിയുള്ളപ്പോൾ മാത്രമേ പാരണ പാടുള്ളൂ. മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. പാപമോചിനി ഏകാദശിയുടെ പാരണാ സമയം ഏതാണെന്ന് നോക്കാം.
മാർച്ച് 16-ാം തീയതി രാവിലെ 6:30 മുതൽ 8:54 പാരണ വീടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ദ്വാദശി ദിവസവും ഒരിക്കലൂണാണ് പാലിക്കേണ്ടത്. ഇനി ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നെയ്വിളക്ക്, ത്രിമധുരം, വെണ്ണ നിവേദ്യം, പാൽ, പഴനിവേദ്യം, പഞ്ചസാര നിവേദ്യം, പാൽപ്പായസ നിവേദ്യം, മഞ്ഞപ്പട്ട് ചാർത്തുക, തുളസിമാല ചാർത്തുക, താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുക, പാലഭിഷേകം എന്നീ വഴിപാടുകൾ ഏകാദശി ദിവസം നടത്തുന്നത് ഐശ്വര്യദായകമാണ്. കൂടാതെ ഏകാദശി ദിവസം ശ്രീമദ് ഭാഗവതം, ശ്രീമദ് നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. ശ്ലോകങ്ങൾ വായിക്കുവാൻ അറിയാത്തവർ കഥ വായിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുക. സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ഇങ്ങനെ ഭഗവത് സ്മരണയോടുകൂടി യഥാശക്തി നാമം ജപിച്ച് കഴിയേണ്ടതാണ്. ഹരേ രാമ മന്ത്രമെങ്കിലും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിന് കഴിയാത്തവർ മറ്റുള്ളവർ വായിക്കുന്നത് കേട്ടിരുന്നാലും മതി. ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അന്ന് അർഹരായവർക്ക് ദാനം നൽകുന്നതും വിശേഷമാണ്. ഈ ദാനത്തിലൂടെ തപസ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഫലം ലഭിക്കുന്നതാണ്. ഇനി പറയുന്ന ദ്രവ്യങ്ങൾ യോഗ്യരായ വ്യക്തികൾക്ക് ഓം നമോ നാരായണായ എന്ന മന്ത്രജപത്തോടെ ദാനം ചെയ്യാവുന്നതാണ്. ഏതൊരു ദാനവും ഏകാദശി ദിവസം ചെയ്യുന്നത് കൂടുതൽ ഗുണം നൽകും. വസ്ത്രം ദാനം ചെയ്യുന്നതിലൂടെ ഭൗതിക സുഖസമൃദ്ധി വന്നു ചേരുന്നതാണ്. സ്വർണം ദാനം ചെയ്യുന്നതിലൂടെ ജന്മാന്തര ദുരിത മോചനം ലഭിക്കും. ഇനി വെള്ളി ദാനത്തിലൂടെ രോഗശാന്തിയും, ആഹാരം ദാനം ചെയ്യുന്നതിലൂടെ പാപശാന്തിയും ലഭിക്കും. എണ്ണ ദാനം നൽകുന്നതിലൂടെ മുൻജന്മ പാപശാന്തി ഉണ്ടാകുന്നതാണ്. മധുര പലഹാരം ദാനം നൽകുന്നതിലൂടെ ഇഷ്ടകാര്യ വിജയവും പഴവർഗ്ഗങ്ങളിലൂടെ രോഗശാന്തിയും ലഭിക്കുന്നതാണ്. ഉപ്പ് ദാനമായി നൽകുന്നതിലൂടെ ശാരീരിക ക്ലേശമുക്തി ലഭിക്കുന്നതാണ്. ശർക്കര ദാനം ചെയ്യുന്നതിലൂടെ ഇഷ്ടകാര്യ ലബ്ധിയും, ഭൂമി ദാനം ചെയ്യുന്നതിലൂടെ ശാപ പാപദോഷമുക്തിയും ലഭിക്കും. ഇനി എള്ള് ദാനം ചെയ്യുന്നതിലൂടെ പാപശാന്തിയും ലഭിക്കുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഏകാദശി ദിവസം ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ദാനം നൽകുവാൻ സാധിക്കുന്നത് ഏതാണോ അത് ദാനമായി നൽകാവുന്നതാണ്. പാപമോചിനി ഏകാദശി ദിവസം ഒരു സാധാരണ ദിവസമല്ല. ജന്മജന്മാന്തരങ്ങളായ പാപങ്ങൾ കഴുകിക്കളയുവാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനുമുള്ള ദിവസമാണ്. മാത്രമല്ല, ഈ ദിവസത്തിൻ്റെ തീയതികൾ കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യ 1 ഇത് സൂര്യൻ്റെ നമ്പറാണ്. കൂടാതെ ഈ ദിവസം ഒരു ഞായറാഴ്ചയുമാണ്. ഇനി ജന്മജന്മാന്തരങ്ങളായ പാപങ്ങൾ കഴുകിക്കളയുവാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും പാപമോചിനി ഏകാദശി ദിവസം ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി, കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഗംഗാജലമോ പനിനീരോ അതല്ലെങ്കിൽ പച്ചക്കർപ്പൂരമോ ചേർത്ത് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ശരീരത്തിലെ നെഗറ്റീവ് ഊർജവും രോഗങ്ങളും മാറിക്കിട്ടാനായി മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്. രണ്ടാമതായി, ഏകാദശി ദിവസം പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ് ദീപം തെളിയിക്കുക. ആ വിളക്കിലെ നെയ്യിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുന്നത് വളരെ ഉത്തമമാണ്. ഈ ദീപം തെളിയിക്കുന്നതിലൂടെ ജീവിതത്തിൽ നേരിടുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും മുന്നോട്ടുള്ള പാത സുഗമമാക്കുന്നതിനും ഈ ഒരു പരിഹാരം ഉത്തമമാണ്. ഇനി മൂന്നാമതായി, വിളക്കിനു മുൻപിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ 2-3 തുളസി ഇലകൾ ഇട്ട് വയ്ക്കുക. പിന്നീട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച ശേഷം ഈ വെള്ളം വീട്ടിലെ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക. ഇത് ചെയ്യുന്നതിലൂടെ വീട്ടിലോ ജോലി സ്ഥലത്തോ ഉള്ള നെഗറ്റീവ് ഊർജം, മറ്റുള്ളവരുടെ അസൂയ എന്നിവ നീക്കം ചെയ്യപ്പെടുകയും നല്ല പോസിറ്റീവ് ഊർജം നിറയുന്നതുമാണ്. അടുത്തതായി, ഏകാദശി ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ 12:45 വരെയുള്ള സമയത്ത് ഒരിടത്ത് ശാന്തമായി ഇരിക്കുക. പിന്നീട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കാവുന്നതാണ്.
ഇനി സാധിക്കുമെങ്കിൽ നേരിട്ടോ ഫോൺ വഴിയോ മാപ്പ് ചോദിക്കുവാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിലൂടെയും ക്ഷമിക്കുന്നതിലൂടെയും മനസ്സ് ശാന്തമാവുകയും വലിയ രീതിയിലുള്ള ആശ്വാസം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. ഏകാദശി ദിവസത്തിലെ ഏറ്റവും മികച്ച പരിഹാരമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അടുത്തതായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അതിവിശേഷമാണ്. ഈ ദിവസം ആഹാരമോ വസ്ത്രമോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. നേരിട്ട് നൽകാൻ സാധിക്കാത്തവർ പണം മാറ്റിവെച്ച് പിന്നീട് ഏതെങ്കിലും ചാരിറ്റി സ്ഥാപനങ്ങൾക്കോ മറ്റോ നൽകാവുന്നതാണ്. ഇനി അടുത്തതായി നിങ്ങളുടെ വീട്ടിലെയോ നിങ്ങളിലെയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെയോ നെഗറ്റീവ് ഊർജവും തടസ്സങ്ങളും മാറാനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്നു എന്ന് പോസിറ്റീവായി ചിന്തിക്കുന്നത് വേഗത്തിൽ ഫലം ലഭിക്കുവാൻ സഹായിക്കും. വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഈ ലളിതമായ പരിഹാരങ്ങൾ ഏകാദശി ദിവസം ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ ഭക്തിയോടെയും ശുദ്ധമായ മനസ്സോടെയും ഏകാദശി ദിവസം ചെയ്യുന്ന ഈ പരിഹാരത്തിലൂടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്. മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.